നമസ്കാരം. മനഃശാസ്ത്രത്തെയും ആത്മീയതയെയും കുറിച്ച് നമ്മൾ ഒരുപാട് സംസാരിക്കാറുണ്ടല്ലോ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 1970 ജൂലൈയിലെ ഹിന്ദി അഖണ്ഡ ജ്യോതിയുടെ ഒരു കിടിലൻ അവലോകനമാണ്. ഈ സമ്മറി ഓഫ് ഹിന്ദി അഖണ്ഡ ജ്യോതി നിങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. നമ്മുടെ ചിന്തകളെ അടിമുടി മാറ്റാൻ കഴിയുന്ന ചില സുപ്രധാന കാര്യങ്ങളിലേക്കാണ് നമ്മളിന്ന് കടക്കുന്നത്. അപ്പോ നേരിട്ട് തന്നെ വിഷയത്തിലേക്ക് കടക്കാം, അല്ലേ? ഈ ആഴത്തിലുള്ള ഉൾക്കാഴ്ചകൾ ആരുടേതാണെന്ന് നിങ്ങൾക്കറിയാമോ? മനുഷ്യരാശിയുടെ നന്മയ്ക്കായി ഒരു യഥാർത്ഥ ചിന്താവിപ്ലവത്തിന് തിരികൊളുത്തിയ സാക്ഷാൽ യുഗഋഷി പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യജിയാണ് ഇതെഴുതിയിരിക്കുന്നത്. നമ്മുടെ ഉള്ളിലെ ചിന്തകളിൽ മാറ്റം വരുമ്പോൾ അത് മൊത്തം സമൂഹത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് അദ്ദേഹം ഇതിൽ വളരെ വ്യക്തമായി വരച്ചുകാട്ടുന്നുണ്ട്. ശരിക്കും അതൊരു അത്ഭുതം തന്നെയാണ്. അപ്പോൾ ഈ വിഷയങ്ങളെ നമുക്ക് പ്രധാനമായും 4 ആയി തിരിക്കാം. 1. മനസ്സിനെയും വികാരങ്ങളെയും നിയന്ത്രിക്കുക. 2. ശാസ്ത്രത്തിന്റെയും ആത്മീയതയുടെയും ഇടയിലുള്ള പാലം. 3. സമൂഹത്തിന്റെയും സ്ത്രീകളുടെയും ശാക്തീകരണം. പിന്നെ അവസാനം യുഗനിർമ്മാണം. നമുക്കിതൊന്ന് വിശദമായി നോക്കാം. നമ്മൾ തുടങ്ങുന്നത് ഏറ്റവും അടിസ്ഥാനപരമായ ഒരു കാര്യത്തിൽ നിന്നാണ്. അതായത്, നമ്മുടെ സ്വന്തം മനസ്സിനെയും വികാരങ്ങളെയും എങ്ങനെ നിയന്ത്രിക്കാം എന്നതിൽ നിന്ന്. നോക്കൂ, ഇവിടുത്തെ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ധ്യാനം, വൈകാരിക നിയന്ത്രണം തുടങ്ങിയ ഈ പുരാതന ആശയങ്ങളുണ്ടല്ലോ, അവ ഇന്നത്തെ കാലത്തെ നമ്മുടെ സ്ട്രെസ് മാനേജ് ചെയ്യാനും യഥാർത്ഥ സമാധാനം കണ്ടെത്താനും സഹായിക്കുന്ന ഏറ്റവും മികച്ച ടൂളുകളാണ്. അതായത്, ഒരു താമരപ്പൂവ് വിരിയുന്നതുപോലെ നമ്മുടെ വ്യക്തിത്വവും പതുക്കെ പതുക്കെ വികസിച്ചു വരേണ്ടതുണ്ട്. അതിന് ഈ പറയുന്ന മാനസിക ഉപകരണങ്ങൾ തീർച്ചയായും ആവശ്യമാണ്. ഇനി ഇതിൽ വ്യക്തമാക്കുന്ന മറ്റൊരു പ്രധാന കാര്യം നമ്മുടെ ആരോഗ്യമാണ്. വെറും ശാരീരിക ആരോഗ്യം മാത്രമല്ല, ആ ശാരീരിക ആരോഗ്യത്തോടൊപ്പം ഗായത്രിയുടെയും അമൃതവാണിയുടെയും ആത്മീയ ശക്തി കൂടി ചേരുമ്പോഴാണ് സുസ്ഥിരമായ ഒരു മനസ്സിന് അടിത്തറയുണ്ടാകുന്നത്. ശരിക്കും പറഞ്ഞാൽ ആരോഗ്യവും ആത്മീയതയും ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങൾ പോലെയാണ്. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത്. അപ്പോൾ ഈ ഉപാസനാ സാധനയുടെ ചിട്ടയായ ഘട്ടങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. നമ്മുടെ ഉള്ളിലെ ആന്തരിക കഴിവുകൾ പുറത്തു കൊണ്ടുവരിക എന്നത് പെട്ടെന്നൊരു ദിവസം നടക്കുന്ന അത്ഭുതമൊന്നുമല്ല. അതൊരു കൃത്യമായ ചിട്ടയായ പ്രക്രിയയാണ്. ആദ്യം നമ്മുടെ ഉള്ളിലെ ഇച്ഛാശക്തിയെ നമ്മൾ ഉണർത്തണം, പിന്നെ ആ കഴിവുകളെ വളർത്തിയെടുക്കണം, ഒടുവിൽ ഉപാസന ജീവിതത്തിൽ ഒരു ശീലമാക്കണം. ഇതാണ് ആ യഥാർത്ഥ രഹസ്യം. ശരി, ഇനി നമുക്ക് രണ്ടാമത്തെ പ്രധാന വിഷയത്തിലേക്ക് വരാം. ശാസ്ത്രത്തിന്റെയും ആത്മീയതയുടെയും ഇടയിലുള്ള ആ മനോഹരമായ പാലം. ഇത് ശരിക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആയൊരു കാര്യമാണ് കേട്ടോ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും നിർണായകമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ശാസ്ത്രത്തെയും മതത്തെയും ഇവിടെ ഒരിക്കലും ശത്രുക്കളായിട്ടല്ല കാണുന്നത്. ശാസ്ത്രം നമുക്ക് ബാഹ്യമായ പുരോഗതിയും യുക്തിയും തരുമ്പോൾ, ആത്മീയത നമ്മുടെ ആന്തരിക ബോധത്തെയും ധാർമ്മിക അടിത്തറയെയും ഉറപ്പിക്കുന്നു. ഇവ രണ്ടും പരസ്പരം പൂർത്തീകരിക്കുന്ന കാര്യങ്ങളാണ്, അല്ലാതെ എതിരാളികളല്ല. ഇത് നമുക്കൊന്ന് വ്യക്തമായി നിർവചിക്കാം. എന്താണ് ഈ ശാസ്ത്രീയ ആത്മീയത? ആത്മീയതയിൽ ഒരു ശാസ്ത്രീയ മനോഭാവം പ്രയോഗിക്കുക എന്നത് തന്നെയാണ് നമ്മുടെ വ്യക്തിത്വത്തെ ഫലപ്രദമായി ശുദ്ധീകരിക്കാൻ നമ്മെ സഹായിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ, അന്ധവിശ്വാസങ്ങളെയൊക്കെ മാറ്റി നിർത്തി യുക്തിയുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ ആത്മീയ തത്വങ്ങളെ നമ്മുടെ ജീവിതത്തിൽ പ്രയോഗിക്കുന്നതിനെയാണ് നമ്മൾ ഈ ശാസ്ത്രീയ ആത്മീയത എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി ഈ വാക്കുകളൊന്ന് ശ്രദ്ധിച്ചേ. ഈ ഒരൊറ്റ വാചകത്തിൽ നമ്മുടെ ഇന്ത്യൻ സാംസ്കാരിക തത്വചിന്തയുടെ സത്ത മുഴുവൻ അടങ്ങിയിട്ടുണ്ട്. സാർവത്രികമായ മനുഷ്യന്റെ അന്തസ്സ് കാത്തുസൂക്ഷിക്കുന്നതിലാണ് യഥാർത്ഥ മാനസിക പ്രതിരോധശേഷിയും അതുപോലെ സമൂഹത്തിലെ സന്തുലിതാവസ്ഥയും വേരൂന്നിരിക്കുന്നതെന്ന് ഇത് നമ്മെ വളരെ കൃത്യമായി ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇനി നമ്മൾ പോകുന്നത് വ്യക്തിയിൽ നിന്ന് സമൂഹത്തിലേക്കാണ്. നമ്മുടെ മൂന്നാമത്തെ വിഷയം സാമൂഹിക ശാക്തീകരണവും സ്ത്രീ ശാക്തീകരണവും. ഇവിടെയാണ് ബന്ധങ്ങളുടെ മനഃശാസ്ത്രം ശരിക്കും എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് നമ്മൾ കാണുന്നത്. സാമൂഹിക പുരോഗതിയെ വളരെ കൃത്യമായ മേഖലകളായി തിരിച്ചിട്ടുണ്ട്. അതായത്, കുടുംബ ബന്ധങ്ങൾ സുസ്ഥിരമാക്കുക, വിദ്യാർത്ഥികളെയും കൗമാരക്കാരെയും ശരിയായ ദിശയിൽ നയിക്കുക, പിന്നെ ഏറ്റവും പ്രധാനമായി ആത്മീയ സമത്വത്തിലൂടെ സ്ത്രീ ശാക്തീകരണം ഉറപ്പാക്കുക. ഈ ഘടകങ്ങൾ എല്ലാം ഒത്തുചേരുമ്പോഴാണ് നമ്മൾ ജീവിക്കുന്ന സമൂഹം ശരിക്കും മുന്നോട്ടു പോകുന്നത്. നമുക്കറിയാമല്ലോ, ഇന്നത്തെ വിദ്യാർത്ഥികളാണല്ലോ നാളത്തെ നമ്മുടെ സമൂഹം. അതുകൊണ്ട് അടുത്ത തലമുറയെ സെൽഫ് ഹെൽപ്പ് അല്ലെങ്കിൽ സ്വയം സഹായത്തിലൂടെ ശാക്തീകരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അങ്ങനെ ചെയ്താൽ മാത്രമേ ഭാവിയിൽ നമ്മുടെ സാമൂഹിക അടിത്തറ ശക്തമായി നിലനിൽക്കുകയുള്ളൂ.
വെറുമൊരു അക്കാദമിക് വിദ്യാഭ്യാസം മാത്രമല്ല, ജീവിക്കാനുള്ള കല, ആ ആർട്ട് ഓഫ് ലിവിംഗ് കൂടി വിദ്യാർത്ഥികൾ പഠിക്കേണ്ടതുണ്ട് എന്നാണ് പുസ്തകം അടിവരയിട്ട് പറയുന്നത്. അങ്ങനെ നമ്മൾ അവസാനത്തെയും ഏറ്റവും വലുതുമായ ആശയത്തിലേക്ക് എത്തുകയാണ്: യുഗനിർമ്മാണം, അഥവാ കൺസ്ട്രക്ടിംഗ് ദി ഈര. ഈ ആശയം നിങ്ങൾ ശരിക്കും ആഴത്തിലൊന്ന് മനസ്സിലാക്കണം കേട്ടോ. ഈ യുഗനിർമ്മാണ യോജന എന്ന് പറയുന്നത് വെറുമൊരു പദ്ധതിയല്ല, നമ്മുടെയെല്ലാം പോസിറ്റീവായ ചിന്തകളിലൂടെ ഒരു പുതിയ യുഗം തന്നെ കെട്ടിപ്പടുക്കുന്നതിനുള്ള വളരെ മനോഹരമായൊരു മൂവ്മെന്റാണിത്. ധാർമ്മികതയാണ് ഇതിന്റെ ഏറ്റവും വലിയ അടിത്തറ. ഒന്ന് ചിന്തിച്ചു നോക്കൂ, എത്ര മഹത്തായൊരാശയമാണത്. ഇനി ഈ വലിയ മാറ്റങ്ങൾക്കൊക്കെ ഒരു കേന്ദ്രമുണ്ട്. മനുഷ്യരാശിക്ക് മുഴുവനായും ഈ ശാസ്ത്രീയ ആത്മീയ പഠിപ്പിക്കലുകൾ എത്തിക്കുന്ന ആ പ്രഭവകേന്ദ്രമാണ് ശാന്തികുഞ്ച്. പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ഈ ആത്മീയ കേന്ദ്രത്തിൽ നിന്നാണ് ഈ പുതിയ യുഗത്തിനായുള്ള വലിയ ചിന്തകൾ ലോകം മുഴുവൻ പടരുന്നത്. നമ്മളൊരു കാര്യം എപ്പോഴും ഓർക്കണം: മാറ്റങ്ങളൊന്നും ഒറ്റ രാത്രി കൊണ്ട് സംഭവിക്കില്ല. ശീലങ്ങൾ വളർത്തിയെടുക്കുന്നതിന്റെ ആ സൈക്കോളജി എങ്ങനെയാണ് പടിപടിയായി വർക്ക് ചെയ്യുന്നതെന്ന് ഈയൊരാശയത്തിൽ കൃത്യമായി കാണാം. അതായത്, ഇന്ന് നമ്മുടെ സ്വന്തം വികാരങ്ങളെ നിയന്ത്രിക്കുന്നതിൽ തുടങ്ങി, പിന്നെ നമ്മുടെ കുടുംബങ്ങളെയും സമൂഹത്തെയും ശാക്തീകരിച്ച്, ഒടുവിൽ ഒരു ദശാബ്ദത്തിനുള്ളിൽ പുതിയൊരു യുഗത്തിന്റെ പുനർനിർമ്മാണത്തിൽ അത് അവസാനിക്കുന്നു. വളരെ വ്യക്തമായ, പ്രാക്ടിക്കലായ ഒരു പ്ലാനാണിത്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം സംസാരിച്ച കാര്യങ്ങൾ മുഴുവൻ നമുക്കൊന്ന് പെട്ടെന്ന് സംഗ്രഹിക്കാം. നമ്മുടെ ഉള്ളിലെ ആന്തരിക മനഃശാസ്ത്രത്തെ നിയന്ത്രിക്കുന്നതിലൂടെയും ശാസ്ത്രത്തെയും ആത്മീയതയും ഒരുമിച്ചു കൊണ്ടുപോകുന്നതിലൂടെയും അതുപോലെ സ്ത്രീകളെയും യുവാക്കളെയും ശാക്തീകരിച്ച് സമൂഹത്തെ ഉയർത്തുന്നതിലൂടെയും മാത്രമേ നമ്മൾ ഈ പറയുന്ന യുഗനിർമ്മാണം എന്ന ലക്ഷ്യത്തിലേക്ക് എത്തുകയുള്ളൂ. ഈ ഓരോ പടവുകളും തീർച്ചയായും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു അല്ലേ? ഇത് നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു വലിയ ചോദ്യത്തിലേക്ക് കൊണ്ടെത്തിക്കുകയാണ്. ലോകത്തെ മാറ്റാനുള്ള ആ വലിയ ശക്തി നമ്മുടെ ഓരോരുത്തരുടെയും സ്വന്തം ചിന്തകളിലാണ് തുടങ്ങുന്നതെങ്കിൽ, നിങ്ങളുടെ സ്വന്തം ചിന്തകളെ ശുദ്ധീകരിക്കുന്നതിന് ഒരു പുതിയ യുഗത്തെ തന്നെ പുനർനിർമ്മിക്കാനുള്ള ശക്തിയുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ എന്താണ് ചിന്തിക്കാൻ തിരഞ്ഞെടുക്കുന്നത്? ഈ ഒരു ചോദ്യം നിങ്ങൾ സ്വയം ചോദിച്ചു നോക്കുക. അപ്പോൾ മറ്റൊരു വിശകലനവുമായി വീണ്ടും കാണുന്നതുവരെ ഈ മഹത്തായ ആശയങ്ങൾ നിങ്ങൾക്കെപ്പോഴും വെളിച്ചമേകട്ടെ. നമസ്കാരം.